ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു ഫാമിലി ട്രിപ്പാട്ടോ മൈസൂരേക്കാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആട്ടോ ഫുള്ള്. ഉമ്മയും ഉപ്പയും പെങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ഗുണ്ടിൽപേട്ട് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ. നമ്മളൊരു 6:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് നമ്മൾ ഉടുപ്പിയിലായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ ഈ കർണാടക ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഫുഡ് ഭയങ്കര എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ പൊതുവേ. അതുകൊണ്ട് തന്നെ ഉടുപ്പിയിൽ കയറിയപ്പോൾ നല്ല എന്താ പറയുക, സമാധാനമായിട്ട് റാഹത്തായിട്ട് കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് മൈസൂർ സൂവിലേക്കാണ്. ഒരുപാട് തവണ പോയൊരു സ്ഥലം കേട്ടോ അത്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോവുകയാണെങ്കിൽ മൈസൂർ ഊട്ടി ഇത് വിട്ടൊരു കളിയില്ലായിരുന്നു. താലീൻ്റെ ഒരു വയസ്സിലാട്ടോ താലി ഫസ്റ്റ് സൂവിൽ വന്നത്. അതുകൊണ്ടൊക്കെ കണ്ട ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തിരിച്ച് യു എയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അവൾക്ക് അനിമൽസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ നമ്മൾ. ഒരുപാട് നടന്ന് കുഴങ്ങിയപ്പം ഒരു സൈഡിലെല്ലാവരും സൈഡായി. ഒരുപാട് നടക്കാണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ. കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ സൂവിന് പണ്ടുള്ളതിനേക്കാളും, അല്ലാണ്ട് ഭയങ്കര മാറ്റങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലമാണ് ഏറ്റവും അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ പേരെന്താ, കറാഞ്ചി ലേക്ക് മൈസൂരിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് മരങ്ങളും നല്ല തണലായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ തന്നെ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ലേക്കും, റൈറ്റ് സൈഡിൽ കുട്ടികൾക്കുള്ള പാർക്കും, അങ്ങനെ എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറി കേട്ടോ. ഫാമിലി ആയിട്ട് കയറാനുള്ളതുകൊണ്ട് അല്ലാണ്ട് ഒറ്റക്ക് കയറാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് പോകുമ്പോൾ സത്യത്തിലൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഷേക്കാകുന്നുണ്ടായിരുന്നു. ഇനി നമ്മളെ വെയിറ്റ് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾക്ക് മഴവിൽ കാണാൻ പറ്റുന്നുണ്ടോ ഈ വീഡിയോയിൽ? അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുട്ടികൾ പാർക്കിലൊക്കെ കുറച്ച് നേരം കളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് വയനാട്ടിലേക്ക് പോകുന്നു കേട്ടോ. കാരണം നമുക്ക് ബോർഡർ കിടക്കേണ്ട ടൈമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ ആ ഉടുപ്പിൽ തന്നെ കയറിയിട്ടാട്ടോ ഫുഡ് കഴിച്ച്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ ബോർഡറൊക്കെ കടന്നു കേട്ടോ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.